ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായി മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. നിലയ്ക്കലിലെ വാഹന പാർക്കിംഗ് സംവിധാനം 10,000-ആയി ഉയർത്തുമെന്നും വെർച്വൽ ക്യൂ 80,000-ആയി നിലനിർത്തുമെന്നും അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. എല്ലാ തീർത്ഥാടകർക്കും ദർശനത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്ന് യോഗശേഷം മന്ത്രി വ്യക്തമാക്കി. അത് മുൻപിൽ പരിശോധിച്ചപ്പോൾ നിലയ്ക്കൽ ഇപ്പോൾ 8,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നിലവിൽ. അത് 10,000-ന് മുകളിലാക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് എന്നാണ് പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം പരിശോധനകൾ വ്യക്തമായി. അതുകൊണ്ട് 10,000-ന് മുകളിലാക്കാൻ 2,000-ലേറെ വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നിലയ്ക്കൽ പ്രദേശം അത് പരുവപ്പെടുത്തിയെടുക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിക്കുകയാണ്. ക്യൂവുമായി വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കോടതിയുടെ നിർദ്ദേശവും പോലീസിൻ്റെ അഭിപ്രായവും 80,000 അതിൽ ക്രമീകരിക്കുന്ന കാര്യമാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ നമ്മുടെ വരാൻ പോകുന്ന മണ്ഡല കാലഘട്ടത്തെയും അതുപോലെ മകരവിളക്ക് കാലഘട്ടത്തിലെയും ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി വിജയകരമായി വരുന്ന ഒരു ഭക്തനും ദർശനം കിട്ടാതെ പോകാൻ ഇടവരുന്നത് എന്ന കാഴ്ചപ്പാടിൽ കാലം കൂട്ടി അത് ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതെല്ലാം കാലം കൂട്ടി അത് ചെയ്യാൻ എല്ലാം ഉള്ള സമയം കൂടി കണക്കെടുത്താണ് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചത്. യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.